പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗ്രാൻഡ് ഫിനാല ഷൂട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തീരാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുവായാലും ഓരോരുത്തർ ഔട്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യം ഋഷി ഔട്ടായി. ഒരു ടാസ്ക് വഴിയാണ് ഋഷി ഔട്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഭിഷേക് ഔട്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഔട്ടായി. ജാസ്മിൻ എന്ന് പറയുന്ന ആൾ 3ാം സ്ഥാനമൊന്നുമല്ല, പുള്ളിക്ക് 2ാം സ്ഥാനം തന്നെ കിട്ടേണ്ട ആൾ തന്നെയാണ്. കാരണം ആ വീടിൻ്റെ അകത്ത് ജാസ്മിനെ വിറ്റ് ബിഗ് ബോസ് കാശുണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഇതിൻ്റെ ശരി. അതായത് ജാസ്മിന് തുടക്കം തൊട്ട് തന്നെ ജാസ്മിൻ്റെ എല്ലാ വിഷയങ്ങളും ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് കാശുണ്ടാക്കി. അതിനൊരു മാറ്റവും ഇല്ല. പക്ഷേങ്കിൽ ഇവിടെ എന്ത് പറ്റി? ജാസ്മിന് 3ാം സ്ഥാനം കൊണ്ട് സമാധാനത്തോടെ മടങ്ങേണ്ടതായിട്ട് വരികയാണ്. കാരണം ജാസ്മിൻ്റെ കയ്യിലും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ 3ാം സ്ഥാനമല്ല, 2ാം സ്ഥാനം അർഹിക്കുന്ന ആൾ തന്നെയായിരുന്നു ജാസ്മിൻ. അവിടെ പക്ഷേ അർജുൻ കയറി ഗോളടിച്ചു. അർജുൻ കയറി ഗോളടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറേ PR-ൻ്റെ വർക്കുകളൊക്കെ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലും ഒക്കെ ഇത് നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ 2ാം സ്ഥാനത്ത് എത്തേണ്ട ആൾ തന്നെയാണ്. നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ്? ജാസ്മിൻ പോയി 3ാം സ്ഥാനം മാത്രമേ നേടാൻ പറ്റുകയുള്ളൂ. അതൊരു അൺഫെയർ ആയിട്ടുള്ള ഇതാണെന്ന് ജാസ്മിൻ്റെ ആരാധകരൊക്കെ പറയുന്നുണ്ട്. അത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ബിഗ് ബോസ് സീസൺ 6-ന് കണ്ടന്റ് കൊടുത്തിട്ടുള്ള 2 വ്യക്തികളേ ഉള്ളൂ. അത് ജിൻഡോയും അതോടൊപ്പം തന്നെ ജാസ്മിനുമാണ്. ജാസ്മിന് 2ാം സ്ഥാനം കിട്ടാത്തതിൽ എന്താണ് ആരാധകർ കാണിക്കുന്ന രോഷം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ 1ാം സ്ഥാനം ഡോണ്ട് ഡു അത് മാത്രം ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. 2ാം സ്ഥാനം കിട്ടാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.